വെരി ക്ലിയർലി ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പഴയ ഓണറിന്റെ അടുത്ത് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ ബ്രാൻഡിങ് ഇങ്ങനെയായിരിക്കണം, ഈവൻ ഞങ്ങളുടെ ഒരു വലിയ സിയയുടെ തന്നെ ഒരു വാൻ, അതൊക്കെ ഞങ്ങൾ എയിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഒരു വാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സിയയുടെ സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു 3-4 ഒരു പേപ്പറിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രീവിയസ് ഓണറിനെ, സിയയുടെ പ്രീവിയസ് ഓണറിനെ കൊണ്ടൊക്കെ കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. പുള്ളി ഒരു ബിഗ് വിഷനൊക്കെ ആണല്ലോ, ഇതൊക്കെ നടക്കുമെന്ന് ഞങ്ങളോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 6 മന്ത് കൊണ്ട് ഞങ്ങളത് നടത്തി കാണിച്ചു. 6 മന്ത് പോലും എടുത്തില്ല, അതിന് മുമ്പേ ഞങ്ങളത് നടത്തി കാണിച്ചു. ഞങ്ങൾ ഇത്രയും മിഷൻസ് ഇന്ന സ്ഥലത്തൊക്കെ തുടങ്ങണത് ഞങ്ങളുടെ പ്രൊജക്ട് പേപ്പറിലൊക്കെ വെറുതെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. അതൊക്കെ ഞങ്ങൾ പുള്ളിനെ കാണിച്ചു. പക്ഷേ വിത്തിൻ ഫ്യൂ മന്ത്സ് ടൈം കൊണ്ട് തന്നെ ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തു. സോ നൗ വി ഹാവ് എ ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ ഫോർ ദ നെക്സ്റ്റ് 5 years ഓൾസോ. ഈ നെക്സ്റ്റ് 5 years ഈസ് എ പീക്ക് ടൈം ഫോർ അസ്. ചിലപ്പോൾ ഞങ്ങൾക്ക് സ്ലീപ്ലെസ് നൈറ്റുകൾ വന്നേക്കാം, ഫാമിലി ടൈമുകൾ ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ ആ 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെയും ഞങ്ങളുടെ ഫാമിലിന്റെയും കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. കേരള ഫുഡ് മിസ് ചെയ്യാറുണ്ടോ UK? എന്തായാലും നമ്മളെ ഇറ്റാലിയൻ ഫുഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കേരള ഫുഡൊക്കെ നമ്മൾ മിസ് ചെയ്യുമല്ലോ. അപ്പം വണ്ടി എടുത്തൊരു കറക്കം ഈസ്റ്റാമൊക്കെ ഒന്ന് ചുറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ കേരള ഫുഡ് കിട്ടുമല്ലോ. ചോറും മീൻ വറുത്തതും എല്ലാം ഇവിടെ ഇറങ്ങുന്ന എല്ലാ ട്രെൻഡിങ് സാധനവും അവിടെ ഇറങ്ങും. മലയാളി റെസ്റ്റോറന്റിലേക്ക് പോകുന്നു, അയാൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഫുഡിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പിസ്സ കഴിച്ചിട്ട് നമ്മുടെ ചോറും കറിയും തൈരും പോലെ ആയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന മലയാളികളുണ്ടോ? ഇഷ്ടംപോലെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു പോപ്പുലേഷൻ, ഒരു ഏഷ്യൻ പോപ്പുലേഷൻ എയിം ചെയ്തല്ല ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് പോലും. ഞാനൊരു യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് പീപ്പിൾസിനെയും ഒരു യൂറോപ്പ് പീപ്പിൾസിനെ എയിം ചെയ്താണ് ഞാൻ ഈ ഒരു റെസ്റ്റോറന്റ്, ഒരു ഇറ്റാലിയൻ കുസിൻ സ്റ്റാർട്ട് ചെയ്തത് വരെ. അപ്പം പല ആൾക്കാർക്കും പല ടേസ്റ്റ് ബഡ്സുകളായിരിക്കാം. ചില ആൾക്കാർക്ക് പിസ്സ ഇഷ്ടം, ചില ആൾക്ക് ചോറും കറി ആയിരിക്കാം, പഴങ്കഞ്ഞി ആയിരിക്കാം. ഇറ്റ്സ് അപ് ടു ദം. നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല.